അപ്പം നമുക്ക് റാഗ് എന്താണെന്ന് ആരെങ്കിലും ഗൂഗിൾ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നോ? RAG is actually a short form for Retrieval Augmentation Generation. So അങ്ങനെ കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. സോ RAG is the underlying AI ടെക്നോളജി നമ്മളത് പറയാം. അതായത് RAG യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം കാണുന്ന ചാറ്റ് ബോട്ട്സ് എല്ലാവരും ഫെമിലിയർ അല്ലേ. നമ്മളിപ്പം ഏത് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ പല സ്ഥലത്തായിട്ട് നമ്മൾ പല രീതിയിലുള്ള ചാറ്റ് ബോട്ട്സ് കാണാറുണ്ട്. അപ്പം ആ ചാറ്റ് ബോട്ട്സ് ഒക്കെ ബേസിക്കലി ആ മോസ്റ്റ്ലി കമ്മിങ് ഇൻ ടു RAG സിസ്റ്റം. അതായത് ചാറ്റ് ബോട്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റ് ഓഫ് ഫ്രെയിം വർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് RAG എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഇത് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു താല്പര്യമുണ്ട്. സോ കുഡ് യു ടൈപ്പ് ഇൻ സം ചാറ്റ് ബോട്ട്സ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ഇൻ ദ ചാറ്റ് ബോക്സ് പ്ലീസ്? ആർക്കെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് പരിചയമുള്ള കുറച്ച് ചാറ്റ് ബോട്ട്സ് ഒന്ന് ഇതിൽ ടൈപ്പ് ഇൻ ചെയ്യാൻ പറ്റുമോ? ചാറ്റ് ജി പി ടി, ക്ലോഡ്, ഡീപ്സീക്ക്, ജെമിനി, ആമസോൺ അലക്സ, ബ്ലാക്ക് ബോക്സ് ശരിക്കും വിഷ്ണു കോളർ അല്ലേ? ബ്ലാക്ക് ബോക്സ് ശരിക്കും എന്താ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ. അതും ഇതേപോലെ ചാറ്റ് ജി പി ടി പോലെ തന്നെ മറ്റേ ഇതിന് അടിച്ചുകൊടുത്താൽ കിട്ടും ക്രോമിലൊക്കെ. ഓക്കെ. എനിക്ക് തോന്നുന്നു കോഡിങ്ങിന്റെ എക്സ്റ്റൻഷൻ ആണോ ബ്ലാക്ക് ബോക്സ്? അത് കറക്റ്റ് ആയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് കൂട്ടുകാരൻ ചുമ്മാ പറഞ്ഞതാണ്, ചുമ്മാ നോക്കിയതാണ്. ഓക്കെ. ഇപ്പം ബേസിക്കലി നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ള ചാറ്റ് ജി പി ടി ആയാലും ക്ലൗഡ് ആയാലും ഡീപ്സിക് ആയാലും ജെമിനി ആയാലും ഒക്കെ ബേസിക്കലി LLM മോഡൽസ് എന്നാണ് ഇതിന് പറയുന്നുണ്ടാവും, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയുക, ബേസിക്കലി ചാറ്റ് ജി പി ടിനെ കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുന്ന ചാറ്റ് ബോട്ട്സിനാണ് നമ്മൾ RAG വെച്ചിട്ട് ചെയ്യുന്നുണ്ടാവുക. മെറ്റ, ആന്റണി സെഫാനിയോ മെറ്റ എന്ന് പറയുന്നുണ്ട്. സോ RAG എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനി, ക്ലൗഡ് പോലത്തെ പ്ലാറ്റ്ഫോംസിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചാറ്റ് ബോട്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അപ്പം കമ്മിങ് ബാക്ക്, പ്രീ LLM എറ ആൻഡ് പോസ്റ്റ് LLM എറ രണ്ടായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി വരുന്നതിന് മുമ്പും ശേഷം രണ്ട് കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ചാറ്റ് ജി പി ടി വരുന്നതിന് മുമ്പുള്ള ചാറ്റ് ബോട്ട്സ് നിങ്ങൾ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ഡംബായിട്ട് ആൻസർ ചെയ്യുള്ളൂ. മോസ്റ്റ്ലി നമ്മളെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അത് ആൻസർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇവിടുന്ന് ഇവിടേക്കുള്ള വഴി ഇതാണെന്നുള്ള രീതിയിലായിരിക്കും പറയാം. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആൻസറും തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് പ്രീസെറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിരിക്കും യൂഷ്വലി ചാറ്റ് ബോട്ട്സ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ LLMs വന്നതിന് ശേഷം, അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ക്ലൗഡ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം നമുക്ക് ചാറ്റ് ബോട്ട്സ് കുറച്ചുകൂടി ഇന്റലിജന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്? Do we agree or disagree, guys? Yes. Okay, good. So ആ ഇന്റലിജന്റ് ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അണ്ടർലൈൻ ടെക് എന്ന് പറയുന്നത് RAG സിസ്റ്റം എന്നാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചാറ്റ് ജി പി ടി വന്ന സമയത്ത് ഇറ്റ് സ്റ്റാർട്ടപ്പ് പെർഫോമിങ് റിയലി വെൽ. അതായത് നിങ്ങൾക്കറിയാം ചാറ്റ് ജി പി ടി മുമ്പ് ചാറ്റ് ജി പി ടി വരുന്നവരെ ഒരു ചാറ്റ് സിസ്റ്റത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് വളരെ മണ്ടത്തരങ്ങളാണ് പറയുന്നുണ്ടാവും. പക്ഷേ ചാറ്റ് ജി പി ടി വന്ന സമയത്ത് ആ ആൻസേഴ്സ് ഗോട്ട് റിയലി ഇന്റലിജൻസ്. ഒരു ഹ്യൂമനെ അല്ലെങ്കിൽ നമ്മളൊക്കെ സംസാരിക്കുന്ന രീതിയിൽ മിമിക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കോൺവെർസേഷനായി വന്നു നമുക്ക് ചാറ്റ് ജി പി ടിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ. അപ്പം അതേ ടെക് നമ്മൾ ചാറ്റ് ബോട്ട്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് RAG സിസ്റ്റംസ് വരുന്നത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവുക? അപ്പം ഇതിൻ്റെ വർക്കിംഗ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സാധനം സെമാൻറ്റിക്സ് എന്ന് പറയുന്നൊരു കാര്യമായിരിക്കും. അപ്പം നമുക്ക് ബേസിക്കലി എല്ലാ ആൻസേഴ്സും ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ഡാറ്റൻ്റെ പുറത്തായിരിക്കും. ഒരു വെരി ബേസിക് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോളേജിലെ ആൻസേഴ്സ് അല്ലെങ്കിൽ എക്സാംസ് എടുക്കാം. അപ്പം എക്സാംസ് ബേസിക്കലി നമ്മളെങ്ങനെ എഴുതുന്നുണ്ടാവുക, നമ്മൾ ബുക്കിൻ്റെ അകത്ത് ഒരുപാട് കണ്ടന്റ് ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ടീച്ചർ ക്ലാസ്സിൽ ഡെലിവറി ചെയ്ത ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടാവും. അതേപോലെ നമ്മൾ നമ്മളേതായ രീതിയിൽ സീക്ക് ചെയ്ത പല കണ്ടന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞതായിരിക്കാം, ചിലപ്പം ഒരു യൂട്യൂബ് വീഡിയോ ഒന്ന് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് ഒന്ന് കിട്ടിയതായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ പല രീതിയിലുള്ള കണ്ടന്റ്സ് നമ്മളെ ബ്രെയിനിന് ഫീഡ് ചെയ്യുന്നു. ആ ഫീഡ് ചെയ്ത കണ്ടന്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന എന്താണ് അതിന് മാച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ തലേന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ അതിന് മാച്ച് ചെയ്യുന്ന ഒരു ആൻസർ ഇതായിരിക്കുന്നില്ല പ്രോസസ്സ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ആൻസർ ഷീറ്റിലേക്ക് നമ്മൾ എഴുതുന്നു. അപ്പം ഇതാണ് ബേസിക്കലി ഒരു RAG സിസ്റ്റത്തിൻ്റെ ഒരു അണ്ടർലൈൻ ടെക്. അതായത് നമ്മൾ കണ്ടന്റ് ഫീഡ് ചെയ്യുന്നു, ആ കണ്ടന്റ് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേരത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
ഞാൻ ഒരു ഡയഗ്രം ഉണ്ട്, ആ ഡയഗ്രം എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ ബ്രെയിൻ പോലെ അല്ല കമ്പ്യൂട്ടേഴ്സിന് സീറോസ് ആൻഡ് വൺസ് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിസ്റ്റമാണ് കമ്പ്യൂട്ടർ. അപ്പം കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നമുക്ക് ഇത് കാറാണ്, അപ്പോൾ കാറിന് എങ്ങനെയാണെന്നുള്ളത് ഫീഡ് ചെയ്യാന്നുള്ളത് ഒരു ബ്രെയിനിനെ പഠിപ്പിക്കുന്നത് പോലെ കമ്പ്യൂട്ടറിന് എങ്ങനെ മനസ്സിലാക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന കാര്യമാണ് സെമാൻറ്റിക്സ്. അപ്പം സെമാൻറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് ഓരോരോ വേർഡിനും അണ്ടർലൈൻ ആയിട്ടൊരു മീനിങ് ഉണ്ടാവില്ലേ. അപ്പം ആ വേർഡ്സിനെ നമുക്ക് ടോക്കൺസ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനാണ് വെക്ടർ എംബെഡിങ് എന്ന് പറയുക. ഞാൻ ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആ വേർഡ് എന്താണെന്നുള്ളത്. അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോർമോസ്റ്റ് ഇങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു വർക്ക് എന്നുള്ളത് ഇപ്പോഴുള്ള ഡാറ്റ ഫുള്ള് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഈ വേർഡ്സിന് അല്ലെങ്കിൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു FAQ അല്ലെങ്കിൽ ഒരു ചാറ്റ്ബോട്ടിൻ്റെ യൂസ് കേസ് പറയാൻ പറ്റും. ചാറ്റിലാക്കെങ്കിലും അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോളേജിന് ഒരു ചാറ്റ്ബോട്ട് ബിൽഡ് ചെയ്യണം. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഒരുപാട് കണ്ടന്റ്സ് ഉണ്ടാവും. ഈ കണ്ടന്റ്സ് എല്ലാം ടെക്സ്റ്റുകളാണ്. ആ ടെക്സ്റ്റുകളെല്ലാം നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് വുഡ് ബി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബിൽഡിങ് എ നോളജ് ബേസ്. അല്ലെങ്കിൽ ഒരു റാഗ് സിസ്റ്റത്തിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ക്രിയേറ്റിംഗ് എ നോളജ് ബേസ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ ഫുൾ നമ്പർ ഫോമിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസ് അല്ലെങ്കിൽ AI മോഡൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ AIക്ക് ഒരു എംബെഡിംഗ് മോഡലുണ്ട്. അപ്പം ഇങ്ങനത്തെ മോഡൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെക്ടർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പം ഈ ഡാറ്റാബേസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവുന്ന കരുതുന്നു. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടും. ഐ ഹോപ്പ് എല്ലാവർക്കും ഡാറ്റാബേസ് അറിയാമല്ലോ. അപ്പം നമ്മൾ യൂഷ്വലി ഡാറ്റാബേസിൽ ഇപ്പോൾ SQL ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ SQL ബേസ്ഡ് അല്ലെങ്കിൽ NoSQL ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റുകളാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു വെക്ടർ ഡാറ്റാബേസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ വെക്ടർ ഫോമിലുള്ള അല്ലെങ്കിൽ എംബെഡഡ് ഫോമിലുള്ള കണ്ടന്റ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ബനാന, ആപ്പിൾ, വൂൾഫ്, ഡോഗ്, കാറ്റ്, കിറ്റൻ ഇങ്ങനത്തെ വേർഡ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക്കലി എന്താ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അണ്ടർലൈൻ മീനിങ് നമ്മൾ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഫോമിലാക്കിയിട്ട് നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. Is this clear? I hope this is clear. So basically സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടന്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ വേണ്ട കണ്ടന്റുകളെല്ലാം ഒരു വെക്ടർ DB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റാബേസിൻ്റെ അകത്തേക്ക് ആ കണ്ടന്റുകൾ നമ്പേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ദിസ് ഇസ് ദ മോസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ് ഇൻ ദിസ് ഹോൾ ഡെക്ക്. അപ്പം ഓക്കെ, അപ്പം ഇത് നമ്മളങ്ങനെ ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് നമ്മൾ എക്സാംസിന് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് കമ്പോണൻസ്, ഒന്നൊരു വെക്ടർ ഡാറ്റാബേസ് എന്ന് പറയുന്നതായിരിക്കും. വെക്ടർ ഡാറ്റാബേസ് എന്ന് പറയുന്നത് സിംപ്ലി ഡാറ്റാബേസ് തന്നെയാണ്, ബട്ട് നമ്മൾ യൂഷ്വലി സ്റ്റോർ ചെയ്യുന്നത് പോലെ അല്ല. ബട്ട് നമ്മൾ എന്താ പറയുക വെക്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ എംബെഡിങ്സ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് ടൈം ആരെങ്കിലും വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചാറ്റ് ബോട്ടിൻ്റെ അടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാംസിൽ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ വെക്ടർ ഡാറ്റാബേസിൻ്റെ അകത്തുനിന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കുന്നു എന്താണ് അപ്രോപ്രിയേറ്റ് കണ്ടന്റ്സ് എന്നുള്ളത്. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് ആണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം കോളേജിൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള എല്ലാ കണ്ടന്റും നമ്മൾ ഈ വെക്ടർ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഈ വെക്ടർ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഈ വെക്ടർ ഡാറ്റാബേസിൻ്റെ അകത്ത് ഇപ്പം കോളേജിലെ അഡ്മിഷൻ, സിലബസ്, പിന്നെന്താ ടീച്ചേഴ്സിൻ്റെ കോൺടാക്ട്, ഫീ സ്ട്രക്ചർ, ഇങ്ങനത്തെ എല്ലാ കണ്ടന്റ്സും ഈ വെക്ടർ ഡാറ്റാബേസിൽ ഉണ്ടെന്ന് കരുതുക. നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നാളെ വന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ SEM 6ൻ്റെ ഫീ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കീവേഡ്സ് ഉണ്ട്. SEM 6 ഉണ്ട്, അതേപോലെ തന്നെ കീ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ ആ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്തതുപോലെ നോളജ് ബേസിൽ സ്റ്റോർ ചെയ്തതുപോലെ തന്നെ നമ്മളിപ്പം ഈ വന്ന ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെക്ടർ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വെക്ടർ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്തിട്ട് ഈ നോളജ് ബേസിൻ്റെ അകത്തുനിന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഞാൻ തിരിച്ച് ഈ സ്ലൈഡിലേക്ക് ഒന്നുകൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഇമേജിൽ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെക്ടർ ഡാറ്റാബേസിൽ വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്തടുത്തായിട്ട് എനിക്ക് ഉണ്ടാകുന്നുണ്ടാവും. ബനാന, ആപ്പിൾ അടുത്തടുത്താണല്ലോ, ബിക്കോസ് ലൈക്ക് ബോത്ത് ആർ ഫ്രൂട്ട്സ്. ഇവിടെ വരുന്ന സമയത്ത് ഇതെല്ലാം ആനിമൽസ് ആണ്. ആനിമൽസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം സ്പേസിലാണുള്ളത്.
അപ്പം ഒരു വെക്ടർ ഡാറ്റാബേസിലേക്ക് വരുന്ന സമയത്ത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ അടുത്തടുത്ത സ്പേസിലാണ് ഉണ്ടാവുക. ഇതൊരു 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ഡയമെൻഷണൽ സ്പേസ് ആയിട്ടൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഐ നോ ദിസ് ഇസ് ലിറ്റിൽ ടഫ് ടു ഡൈജസ്റ്റ്, ബട്ട് ഓവർ ദ പീരീഡ് ലൈക്ക് നമുക്ക് ഈ ഒരു 2 സ്ലൈഡ് കൂടി ഉണ്ട്. 2 സ്ലൈഡ് കഴിഞ്ഞാൽ വിൽ മേക്ക് ഇറ്റ് ഇന്ററാക്റ്റീവ് ആൻഡ് വിൽ ഫിഗർ ഔട്ട് ഹൗ ടു ലേൺ ദിസ്. ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ ഡീൽ ചെയ്യാം. അപ്പം കമ്മിങ് ബാക്ക് ടു ദിസ്, അപ്പം ഒരാൾ കോളേജിലെ ഫീസിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് മേ ബി ഹൗ മച്ച് ഷുഡ് ഐ പേ എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ പേ എന്നുള്ളതും ഫീ എന്നുള്ളതും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഡാറ്റാബേസിന് വെക്ടർ ഡാറ്റാബേസിൻ്റെ അകത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനും അതേപോലെ തന്നെ നമ്മളെ നോളജ് ബേസിലുള്ള കാര്യങ്ങളും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കും. അപ്പം മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് വരും. അതായത് ഫീ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഫീ ആയിട്ടുള്ള റിലേറ്റഡ് കണ്ടന്റ്സ് എല്ലാം നമ്മൾ വെക്ടർ ഡാറ്റാബേസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനും അതേപോലെ തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ChatGPT പോലുള്ള ഒരു LLM-ന് പാസ് ചെയ്യുന്നു. ആ LLM നമുക്ക് തിരിച്ച് എന്താ പറയുക, LLM-ന്റെ അടുത്ത് പറയാം ഒരു യൂസർ ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അപ്പം ഞാനൊരു എന്താ പറയുക, ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് കോളേജിന്റെ ഫീ ഇന്നതാണെന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എനിക്കൊരു ആൻസർ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കും ChatGPT-ന്റെ അടുത്ത്. ആ LLM തരുന്ന ആൻസർ ആയിരിക്കും യൂഷ്വലി നമുക്ക് കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഒരു ചോദിച്ച ആൾക്ക് നമ്മൾ ആൻസർ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇതിൽ കീ കമ്പോണൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു വെക്ടർ ഡാറ്റാബേസ് ആയിരിക്കും. വെക്ടർ ഡാറ്റാബേസിൻ്റെ അകത്താണ് നമ്മൾ ഈ കണ്ടന്റ്സ് ഫുൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഇൻ വെക്ടർ ഫോമാറ്റ്. നമ്മൾ യൂഷ്വലി ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന പോലെയല്ല, നമ്മളൊരു വെക്ടർ ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു എംബെഡഡ് ഫോമാറ്റ് അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ ആ നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ഒരു ടെക്സ്റ്റിനെ എങ്ങനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യും, അതിനാണ് നമുക്ക് എംബെഡിങ് മോഡൽസ് എന്ന് പറയുന്നത്. OpenAI അല്ലെങ്കിൽ പല രീതിയിലുള്ള മോഡൽസ് ഉണ്ട്, നമുക്ക് അത് ഏതും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസേഴ്സിന് നമ്മൾ ചിലപ്പം ഹൈലി റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ ലീസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം നമ്മൾ മാച്ച് ചെയ്തിട്ട് LLM-ന് എന്ത് ചെയ്യുന്നു, ഡാറ്റ കൊടുക്കുന്നു. ആ ഡാറ്റ വെച്ചിട്ട് LLM എന്ത് ചെയ്യുന്നു, നമുക്ക് ആൻസർ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് അണ്ടർലൈൻ ഒരു ഫ്ലോ. ക്വസ്റ്റ്യൻസ്? ഓക്കെ, ഇത് നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെലോയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ടൂൾ വെച്ചിട്ട് ലൈക്ക് ആ ടൂള് നമ്മൾ ഒരു വെബ്സൈറ്റ് സിൽമോർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു കസ്റ്റമറാണത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ള ചാറ്റാണത്. ഇത് ബേസിക്കലി ഇതിൻ്റെ അണ്ടർലൈൻ ടെക് എന്ന് പറയുന്നത് ഒരു റാക്ക് സിസ്റ്റം ആണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഞാൻ ആദ്യം സിൽമോർ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. സിൽമോർ ആക്ച്വലി ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഹെലോ എന്ന് പറയുന്ന പ്രോഡക്റ്റും ആക്ച്വലി ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ സിൽമോർ ആക്ച്വലി സെല് ചെയ്യുന്നത് ഒരുപാട് ലൈക്ക് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റിലാണ്. ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ വളയും മാലയും കാര്യങ്ങളും ബാങ്കിൾസ് റിങ്സ് എല്ലാ കാര്യങ്ങളും ഇല്ലേ, ആ കാര്യങ്ങൾ കുറച്ചൊരു ഗോൾഡ് അല്ലാതെ ഗോൾഡ് പ്ലേറ്റഡ് അല്ലെങ്കിൽ കസ്റ്റം പ്രിന്റഡ് ആയിട്ട് 3D പ്രിന്റ് ചെയ്തിട്ടൊക്കെ വരുന്ന ഓർണമെന്റ്സ് ആണ് ബേസിക്കലി. അപ്പോൾ ഇവരുടെ കേസിൽ ഇവർക്ക് ഏകദേശം 2000-2000 പ്രോഡക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് റിട്ടേൺ പോളിസി ഉണ്ട്, റീഫണ്ട് പോളിസി ഉണ്ട്, പിന്നെ ഇവർക്ക് ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആൾക്ക് എവിടെ പോയിട്ട് ഇവരെ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവും. അത് ഈ വെബ്സൈറ്റിന്റെ പല കോർണേഴ്സിലായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചാറ്റ് വെച്ചിട്ട് ആ എല്ലാ ഇൻഫോർമേഷനും കൂടെ അറിയുന്ന ഒരു ചാറ്റ് ബോട്ട് അവർക്ക് വേണ്ടിയിട്ട് എനേബിൾ ചെയ്ത് കൊടുത്തു. അപ്പം ഇതിൻ്റെ അടുത്ത് ബേസിക്കലി നിങ്ങളെ റീഫണ്ട് പോളിസി എന്താണെന്നോ അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് സ്റ്റോക്കിലുണ്ടോന്നോ എന്ത് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഇതിന് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ റീഫണ്ട് പോളിസിയാണ് ഈ പേജ്. അപ്പം ഇവരെ റീഫണ്ട് പോളിസി എന്താണെന്നുള്ള ക്ലിയർ ആയിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേജിന്റെ HTML കണ്ടന്റ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, എംബെഡ് ചെയ്ത് വെക്ടർ ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടൈം ഒരു കസ്റ്റമർ വന്നിട്ട് നിങ്ങളെ വാട്ട് ഈസ് യുവർ റീഫണ്ട് പോളിസി എന്ന് ചോദിക്കുന്ന സമയത്ത് സോറി ഗൈസ്, റീഫണ്ട് പോളിസി എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അണ്ടർ ദ ഹുഡ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വെക്ടർ ഡാറ്റാബേസിൽ പോയിട്ട് സെർച്ച് ചെയ്യും. റീഫണ്ട് പോളിസി എന്ന കീവേഡ് വെച്ചിട്ട് നമ്മളെ വെക്ടർ ഡാറ്റാബേസിൽ സെർച്ച് ചെയ്തിട്ട് റീഫണ്ട് പോളിസി മാച്ചിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് വരും. അപ്പം ഈ പേജ് ആയിരിക്കും ബേസിക്കലി മോസ്റ്റ്ലി വരുന്നുണ്ടാവും. അപ്പോൾ ഈ പേജിന്റെ കണ്ടന്റ് ഫുള്ള് കൊടുത്തിട്ട് അതേപോലെ തന്നെ കസ്റ്റമർ ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് യുവർ റീഫണ്ട് പോളിസി ആണെന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമ്മളൊരു LLM മോഡൽ, ChatGPT പല മോഡൽസ് ഉണ്ട്, ക്ലൗഡിന്റെ മോഡലുണ്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഉത്തരം ഇതാണ്, ഇത് രണ്ടും വെച്ചിട്ട് എനിക്ക് ഒരു ആൻസർ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോമാറ്റ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി എന്ത് ചെയ്യും, LLM ChatGPT നമുക്ക് ഒരു ആൻസർ ജനറേറ്റ് ചെയ്ത് ആ ആൻസറാണ് നമുക്ക് ഇവിടെ കാണുന്നത്.
ക്ലിയർ ആണോ? യെസ് സർ. താങ്ക് യു റാഷിദ്, നന്നായിട്ട് അത് ഡെമോ ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ എക്സ്പേർട്ട് സെഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ റാഷിദ് റീസെന്റ് കേരള പോലീസിന് വേണ്ടി ഒരു പിന്നെ AI ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് വീക്ക് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന KAI കേരള AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ യൂസ് കേസ് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് കുറച്ചും കൂടി AI എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കൂടി കിട്ടുമായിരുന്നു. അതിലൊരു കുറച്ചൊരു ഇൻപുട്സ് റാഷിദിന് കൊടുക്കാൻ പറ്റുമോ? ഷുവർ. ഫ്യൂ തിങ്സ്. വൺ, നമ്മൾ കമ്പനി തന്നെ കേരള പോലീസിന് വേണ്ടിയിട്ട് സൈബർ വാൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്ട് ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. അപ്പം അതെന്താണെന്ന് ഞാൻ ഫസ്റ്റ് ടച്ചപ്പ് ചെയ്യാം. ഫസ്റ്റ് തിങ്, നമ്മളെല്ലാവരും ഇപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കേൾക്കുന്ന ഒരു സാധനമാണ് 1930 എന്ന് പറഞ്ഞൊരു നമ്പർ. അത് നിലവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഫസ്റ്റ് വിളിക്കുന്ന സമയത്ത് എന്താ അറിയാത്ത കോള് എടുക്കരുത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വരെയല്ലേ, ലൈക്ക് സൈബർ തട്ടിപ്പുകൾ ഇരയാവരുത് എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ആരെ വിളിച്ചു കഴിഞ്ഞാൽ. അപ്പം ബേസിക്കലി ഈ സാധനം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കേരളത്തിലായാലും ഇന്ത്യയിലായാലും അക്രോസ് ദ ഗ്ലോബ് ആയി കഴിഞ്ഞാലും സൈബർ ഫ്രോഡ് എന്ന് പറയുന്ന കാര്യം വളരെ കൂടുതലാണ്. കുറച്ചുകൂടി നിങ്ങൾ കുറച്ചുകൂടി അവെയർ ആയിരിക്കും എങ്ങനെ ഒരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ സ്കാം ആണോ അല്ലേ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെലഗ്രാമിൽ ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ സൈബർ അറസ്റ്റിലാന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നിങ്ങളൊക്കെ കുറച്ചുകൂടി അവെയർ ആയിരിക്കും. പക്ഷെ ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ഇവർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ സൈബർ ഫ്രോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ സൈബർ വാൾ എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് അൺനോൺ സോഴ്സിൽ നിന്ന് ഒരു കോളോ വാട്സപ്പിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഇന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് എനിക്ക് പൈസ ഇട്ടുതരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പല രീതിയിലുള്ള സ്കാംസ് ഉണ്ടാവില്ല. ആ സ്കാംസിന്റെ കണ്ടന്റ്, ഫോൺ നമ്പർ ആയാലും മെസ്സേജ് ആയാലും ലിങ്ക് ആയാലും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഈ വിളിച്ച ആള് ആക്ച്വലി ശരിക്കും പോലീസിലുള്ള ആളാണോ, അല്ലെങ്കിൽ ഈ OTP ശരിക്കും ബാങ്കിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ ഒരു സ്കാമർ അയച്ചതാണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. ബേസിക്കലി ഇതിൽ നമ്മൾ പല രീതിയിൽ ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് AI-യും അല്ലാത്ത അപ്രോച്ചും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതാണ് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്. അതേപോലെ തന്നെ നമ്മൾ ഡ്രീം ഹാമർ എന്ന് പറഞ്ഞിട്ട് ഒരു US ബേസ്ഡ് ഡിഫൻസ് കമ്പനിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് ഇംപ്ലിമെന്റേഷൻ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും നമ്മളെ കേരളത്തിലുള്ള AI ക്യാമറ. ഓക്കെ, അപ്പം ഈ AI ക്യാമറയിൽ AI എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം ബേസിക്കലി ഇതൊരു കമ്പ്യൂട്ടർ വിഷൻ എന്ന ചാപ്റ്റർ ടൈപ്പ് ചെയ്തതാണ്. കമ്പ്യൂട്ടർ വിഷൻ എന്നുള്ളൊരു സെഗ്മെന്റിലെ കീഴിൽ വരുന്ന കാര്യമാണ് ഈ AI ക്യാമറ ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഇവർ ബേസിക്കലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു AI മോഡൽ എന്ന് പറയുന്ന സാധനം ഒരു കുട്ടിയെ പോലെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒന്നും അറിയാത്ത ഒരു ബ്ലാക്ക് ബോക്സ്. ആ ബ്ലാക്ക് ബോക്സിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, എന്താ പറയുക, ട്രെയിൻ ചെയ്യാൻ പറ്റും നമുക്ക് മോഡൽസിന് എങ്ങനെ. ഇത് ഒരുപാട് ഹെൽമെറ്റ് വെക്കാത്ത ഫോട്ടോസ് വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ച ഫോട്ടോസും വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു 100 ഫോട്ടോസ് എടുക്കുക, 100 ഫോട്ടോസിൽ 50 ഹെൽമെറ്റ് വെച്ചതും 50 ഹെൽമെറ്റ് വെക്കാത്തതും. അപ്പോൾ ഈ സാധനം നമുക്ക് ഡാറ്റ ആയിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഏത് പാർട്ടിലാണ് ഈ ഹെൽമെറ്റ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലയിൽ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കളറിലുള്ള ഹെഡ് കവേർഡ് ആണോ അല്ല എന്നുള്ളതായിരിക്കും ബേസിക്കലി ഇത് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു AI മോഡൽ ഉണ്ടാക്കുന്നു. AI മോഡൽ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള. ഞാൻ ഒരുപാട് ഡീപ്പിൽ പോകുന്നില്ല. ഇത് ബേസിക്കലി 3 Brown 1 Blue എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഇമേജ് ക്ലാസിഫയറിന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഈ AI മോഡൽസ് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഇത് കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇമേജ് എടുത്തിട്ട് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഡ്രീം ഹാമർ ആയാലും AI ക്യാമറയുടെ ചില ഏരിയാസ് ആയാലും ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് NLP ആണ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഈ LLMs എല്ലാം ഈ NLPന്റെ കീഴിൽ വരുന്നതാണ്. അപ്പം LLMs ആണ് മോസ്റ്റ്ലി ഇപ്പോൾ NLP സെഗ്മെന്റിൽ മോസ്റ്റ്ലി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. എനി ക്വസ്റ്റ്യൻസ്? റാങ്ക് ബേസ് ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ ഒരു എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുമോ റാഷിദ്? അവർക്ക് നാളത്തെ ദിവസം അവർക്ക് ഇരുന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഒരു സാധനം. എല്ലാവരും ഇവിടെ പൈത്തൺ ഫെമിലിയർ ആണോ?
ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് ടോക്കച്ചിലെ സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ കോളേജിന് വേണ്ടിയിട്ടൊരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ടോക്കച്ചിന് വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വെബ്സൈറ്റിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് കിട്ടുന്നുണ്ടാവും. അപ്പം സോഴ്സ് നിങ്ങൾക്ക് HTML പേജസ് ആയിട്ട് HTML കണ്ടന്റ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഒരു വെക്ടർ ഡാറ്റാബേസ്, മേ ബി കുറേ വെക്ടർ സർവീസസ് ഉണ്ട്, വെക്ടർ ഡാറ്റാബേസസ് ഉണ്ട്, പൈൻകോൺ അല്ലെങ്കിൽ PG വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏതെങ്കിലും ഒരു ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം യൂസിങ് ഒരു എംബെഡിംഗ് മോഡൽ ഉപയോഗിച്ചിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെക്ടർ ഡാറ്റാബേസിലുള്ള കണ്ടന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള 1-2 കണ്ടന്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ അഡ്മിഷൻ്റെ കണ്ടന്റ് ഒബ്വിയസ്ലി നിങ്ങൾ ഇതിലുണ്ടാവും, വെക്ടർ ഡാറ്റാബേസിലുണ്ടാവും. ആ വെക്ടർ ഡാറ്റാബേസിൽ നിന്ന് ആ കണ്ടന്റ് ഫെച്ച് ചെയ്തതിനു ശേഷം ക്വസ്റ്റിനും ആൻസറും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആൻസർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ട്രൈ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എ ക്വാളിഫിക്കേഷൻ ഫോർ എ മാനേജ്മെന്റ് കോട്ട സ്റ്റുഡൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ്, ഈ ക്വാളിഫിക്കേഷൻ എന്നുള്ള കണ്ടന്റ് സെർച്ച് ചെയ്തെടുത്തിട്ട് ഈ ആൻസർ, ഈ കാര്യവും ആളെ ചോദിച്ച ക്വസ്റ്റ്യനും കമ്പൈൻ ചെയ്തിട്ട് LLM കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പ്രോപ്പറായിട്ടൊരു ആൻസർ ഫോർമാറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും യൂസർക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. That's it. Thank you guys.